ഇല്ലപ്പറമ്പിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്. ഔഷധ വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഇങ്ങനെ നിരവധി വൃക്ഷങ്ങളുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം രുദ്രാക്ഷമരം കാണുന്നതിന് വേണ്ടി ഒരാൾ ഇവിടെ വന്നിരുന്നു. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇവിടെ ഏതെല്ലാം മരങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടി 2 പേര് സർവേ നടത്താൻ വേണ്ടി വന്നിരുന്നു. അപ്പോഴാണ് നമ്മുടെ രുദ്രാക്ഷമരത്തിൻ്റെ ഒരു പ്രാധാന്യവും അതിന് മറ്റുള്ള ആളുകൾ കൽപ്പിക്കുന്ന ഒരു ഗൗരവവും ഒക്കെ മനസ്സിലായത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ട് കളയാം എന്ന് വിചാരിച്ചു. ഏവർക്കും സ്വാഗതം. ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു പറമ്പാണ്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ, അമൃത്, കടലാടി, എരിക്ക്, ചമത, വന്നിച്ചമത, നീർമാതളം, ഇല്ലി, നെല്ലി, ഇങ്ങനെ എല്ലാ വൃക്ഷങ്ങളും ഈ പറമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ രുദ്രാക്ഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം. രുദ്രാക്ഷം മിക്ക ആളുകൾക്കും താല്പര്യമുള്ള, വളരെ നിഗൂഢതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മരമാണ്. കുരുമുളക് മണി മുതൽ നെല്ലിക്കയുടെ വരെ വലിപ്പത്തിലാണ് രുദ്രാക്ഷക്കായ ഉണ്ടാകുന്നത്. ത്രിപുരാന്തകനായ ശ്രീരുദ്രൻ കണ്ണുകളടച്ചപ്പോൾ നിറഞ്ഞു നിന്ന അശ്രുകണങ്ങൾ ഭൂമിയിൽ വീണ് അത് ലോകോപകാരാർത്ഥം രുദ്രാക്ഷ വൃക്ഷമായി മാറി എന്ന് പുരാണം. രുദ്രാക്ഷത്തിൻ്റെ ആയുസ് തലമുറകളോളം അനശ്വരമാണ്. പുരാണം എന്തുതന്നെ ആയിരുന്നാലും ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ നേപ്പാളിലെ ഡിംഗള അല്ലെങ്കിൽ ഭോജ്പൂർ എന്ന സ്ഥലത്താണ് ഏറ്റവും അധികം രുദ്രാക്ഷം ലഭിക്കുന്നത്. നേപ്പാളിലെ കൃഷി വകുപ്പ് ഈ കൃഷി വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തി നോക്കിയെങ്കിലും വേണ്ടത്ര വിജയിച്ചില്ല. നേപ്പാളിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി രുദ്രാക്ഷമാണ്. ഇന്ത്യയിലേക്ക് മാത്രമല്ല, ഇറ്റലി തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്കും ഈ രുദ്രാക്ഷം കയറ്റി അയക്കുന്നുണ്ട്. ഹിന്ദുക്കൾ മാത്രമല്ല രുദ്രാക്ഷം ഉപയോഗിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് നേപ്പാളിലെ രാജാവ് ഒരു രുദ്രാക്ഷമാല നൽകിയിരുന്നു. അത് അവിടുത്തെ കുരിശിൽ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രുദ്രാക്ഷം മുസ്ലിമുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇവരുടെ ജപമാലയായി ആണ് രുദ്രാക്ഷം ഉപയോഗിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വൃക്ഷം ഒരു വർഷം പരമാവധി 65 കിലോഗ്രാം വരെ 5 മുഖ രുദ്രാക്ഷവും, അപൂർവമായി വിലപിടിപ്പുള്ള 1 മുതൽ 24 മുഖം വരെയുള്ള രുദ്രാക്ഷവും നൽകിയേക്കാം. 4, 5, 6 മുഖങ്ങൾ സർവ്വസാധാരണമാണ്. അതിന് വിലക്കുറവാണ്. എന്നാൽ രുദ്രാക്ഷത്തിന് വില വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കുരുമുളക് വലിപ്പത്തിലുള്ള ഒരേപോലെയുള്ള 108 എണ്ണം ആവശ്യപ്പെടുമ്പോൾ അതിന് നല്ല വിലയാകും. കാരണം ഒരു മരത്തിൽ തന്നെയാണ് 1 മുഖം മുതൽ ഈ 24 മുഖം വരെയുള്ള രുദ്രാക്ഷക്കായകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നും സോർട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ഒരേ വലിപ്പത്തിലുള്ള രുദ്രാക്ഷം ലഭിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിന് ആയിരക്കണക്കിന് കായകൾ എടുത്ത് തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വലിപ്പത്തിൽ കിട്ടുകയുള്ളൂ. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഏകമുഖത്തിന് മോഹവിലയനുസരിച്ച് 1.5 ലക്ഷമൊക്കെ വില ലഭിക്കും. ഇനി അതിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിലോ ഇതൊന്നുമായിരിക്കുകയുമില്ല വില. 21 മുഖത്തിനും വിലയുണ്ട്. ഈ 4, 5, 6 മുഖങ്ങൾ ഒഴിച്ചുള്ള രുദ്രാക്ഷങ്ങൾ അല്ലാത്തവയെല്ലാം അവയുടെ ആവശ്യമനുസരിച്ചും മോഹവിലയനുസരിച്ചും വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഗൗരി ശങ്കരം, ഗൗരി പാദം ഇവയ്ക്കും വിലയുണ്ട്. ഇന്ത്യയിൽ ലഭിക്കുന്ന ഏകമുഖ രുദ്രാക്ഷം 99% കൃത്രിമമാണ്. ഒന്ന്, ഏകമുഖ രുദ്രാക്ഷം വിശ്വാസമനുസരിച്ച് തന്നെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു മരത്തിൽ ഉണ്ടാവുള്ളൂ അത്രേ. ഇവിടെ ഇവ നിർമ്മിക്കുന്ന ഒരു രീതി സൂചിപ്പിക്കാം. ഒരു വലിയ രുദ്രാക്ഷം എടുത്ത് അതിൻ്റെ പുറം മുഴുവൻ ഗ്രൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു വരയും ബാക്കി മുഴങ്ങുകളും വരമ്പുമൊക്കെ ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് വരഞ്ഞെടുക്കുന്നു. പിന്നീട് അത് മിനുസപ്പെടുത്തി നല്ലെണ്ണയിൽ ഇട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ഇതാണ് ഒരു രീതി. ഇങ്ങനെ ചെയ്യാൻ കാര്യം
ഈ രുദ്രാക്ഷത്തിന് വലിയ ആയുസ്സും കേടുവരാത്ത ഒരു സ്ഥിതിയും ഉണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. രുദ്രാക്ഷത്തോട് സാമ്യമുള്ള നിരവധി മരങ്ങളും കായ്കളുമുണ്ട്. കേരളത്തിൽ രുദ്രാക്ഷമെന്ന പേരിൽ നഴ്സറികൾ ആദ്യകാലത്ത് വിതരണം ചെയ്തിരുന്ന ഒരു വൃക്ഷമാണ് ഇന്ദിരാക്ഷം. കലഞ്ഞൂർ ക്ഷേത്രത്തിൽ ഇത് ഇപ്പോഴും നിൽപ്പുണ്ട്. മറ്റൊന്നാണ് ഉത്രാക്ഷം. ഇതിലും മുഖങ്ങൾ പോലെ വരകളും മറ്റുമുണ്ട്. ഭദ്രാക്ഷം സാമ്യമുള്ള വേറൊരു മരമാണ്. കാരയ്ക്ക മരവും രുദ്രാക്ഷ കുടുംബത്തിൽപ്പെട്ടതാണ്. രുദ്രാക്ഷത്തിൻ്റെ കായ പഴുത്ത് കഴിയുമ്പോൾ പുറത്തെ മാംസള ഭാഗം ഇളം നീല കലർന്ന ചുവപ്പോട് കൂടിയതാണ്. അതിന് അല്പ പുളിരസവും മധുരവും ചേർന്ന ഒരു രുചിയാണ്. മരത്തിൽ നിന്നും വേർപെട്ട രുദ്രാക്ഷം അല്പമാത്രമായി സ്വയം വളരും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. 25 വർഷത്തോളം പഴക്കമുള്ള ഈ പറമ്പിലെ രുദ്രാക്ഷമരം ഒരു ഏകമുഖിയെ നൽകുന്നതും കാത്ത് ഇരിക്കുകയാണ് ഞാൻ.